ജാസ്മിനെ വിവാഹം കഴിക്കുവാനിരുന്ന അഫ്സൽ എന്ന ചെറുപ്പക്കാരൻ വളരെ വൈകാരികമായി ചില വരികൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കുറിച്ചിട്ടുണ്ട്. അതിൽ അവസാനിപ്പിക്കുകയാണ് എല്ലാ ബന്ധങ്ങളും, ഇവിടെ തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ആത്മാർത്ഥമായിട്ടായിരുന്നു ജാസ്മിനെ ഞാൻ സ്നേഹിച്ചിരുന്നത്, പക്ഷേ ഞാനിപ്പോൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ജാസ്മിൻ കാരണം ഞാൻ അനുഭവിച്ച മാനസിക വേദനയും പ്രയാസങ്ങളും അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാവുന്നതിൻ്റെ അപ്പുറമാണ്. ഞാൻ മാത്രമല്ല, ജാസ്മിൻ്റെ കുടുംബവും വളരെയധികം ഈ വിഷയത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, തകർക്കപ്പെട്ടിരിക്കുകയാണ്. ബിഗ് ബോസിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ അനാവശ്യമായി എൻ്റെ പേര് ജാസ്മിൻ വലിച്ചിഴക്കുകയുണ്ടായി. താൻ കമ്മിറ്റഡ് ആണ് എന്ന് എല്ലാവരോടും ജാസ്മിൻ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് മറ്റൊരുവനുമായി ബന്ധത്തിലേക്ക് ജാസ്മിൻ പോയത്. സത്യത്തിൽ ജാസ്മിൻ ചതിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു അവളെ സ്നേഹിച്ചിരുന്നത്. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ എടുത്ത വീഡിയോകളും ഫോട്ടോകളുമൊക്കെ ധാരാളമാണ്. അതൊന്നും പുറത്തുവിട്ട് അവളെ അവഹേളിക്കുവാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കുന്നില്ല. സമൂഹത്തിൻ്റെ മുൻപിൽ ഞാൻ വളരെയധികം അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയധികം അപമാനം ഏൽക്കുവാൻ തക്കവണ്ണം എന്തു തെറ്റാണ് ഞാൻ ജാസ്മിനോട് ചെയ്തതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ നാടകങ്ങളെല്ലാം പൊതുസമൂഹം എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. 7 മാസക്കാലത്തെ ഞങ്ങളുടെ ബന്ധത്തിൽ അവൾ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വളരെ അധികമായിരുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ജാസ്മിൻ. എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ ഞാനിപ്പോൾ ഒരു ജോക്കറിനെ പോലെ ആയിരിക്കുകയാണ്. സത്യത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളോട് വളരെയധികം ഫൈറ്റ് ചെയ്തിട്ട് തന്നെയായിരുന്നു ജാസ്മിനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവരുടെയൊക്കെ മുൻപിൽ എനിക്കിപ്പോൾ തല ഉയർത്തി നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി വെളിപ്പെട്ടിരിക്കുകയാണ്. സകലതും ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അപമാനം സഹിച്ചുകൊണ്ട് ഇനിയും തുടരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വളരെ വലിയൊരു പോസ്റ്റ് തന്നെയാണ് താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ജാസ്മിൻ്റെ ലൈഫ് തകർന്നു തുടങ്ങി എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ഉദാഹരണങ്ങൾ ഓരോന്നോരോന്നായി ഓരോ ദിവസവും വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. തൽക്കാലം ബിഗ് ബോസിനുള്ളിലായതുകൊണ്ട് ഈ വിഷയങ്ങളൊന്നും ജാസ്മിൻ അറിയുവാൻ സാധ്യതയില്ല. എന്നാൽ പുറം ലോകത്തേക്ക് ജാസ്മിൻ എത്തുമ്പോൾ ജാസ്മിനെ കാത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെ ജാസ്മിൻ ഇനിയും അതിനെ തരണം ചെയ്യുവാൻ കഴിയും? ഏത് രീതിയിലുള്ള ഒരു ലൈഫായിരിക്കും ജാസ്മിന് ഇനിയും മുൻപിലുണ്ടാവുക? കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ജാസ്മിൻ ബിഗ് ബോസിനുള്ളിൽ വെച്ച് വിളിച്ചു പറഞ്ഞതുപോലെ, എനിക്കിനി ആരുമില്ല, എൻ്റെ കുടുംബമില്ല, എനിക്ക് ആരുമില്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇനി ഗബ്രി മാത്രമേ തനിക്ക് തുണയായിട്ടുണ്ടാവുകയുള്ളൂ. എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. എന്തായാലും പ്രവചനാതീതമായി കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒടുവിലിതാ തന്നെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചിരുന്ന ചെറുപ്പക്കാരൻ അപമാനിതനായി എല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പുറം ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യമായി എല്ലാം വെട്ടി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഗബ്രി ജാസ്മിൻ ബന്ധം അയാളെ അത്രമാത്രം ഉലച്ചു കളഞ്ഞു. തീവ്രമായൊരു സ്നേഹത്തിലായിരുന്നു താനെന്ന് ആ പോസ്റ്റിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന എത്ര ഭയാനകമായിരിക്കും. മാത്രവുമല്ല, ജാസ്മിൻ്റെ കുടുംബവും തകർന്ന അവസ്ഥയിലാണ് എന്ന് ഈ പോസ്റ്റിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുമുണ്ട്. ബിഗ് ബോസിനുള്ളിലെ ജാസ്മിൻ്റെ ഗെയിം ഏകദേശം അവസാനിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ട് കുറച്ച് നാളുകൾ കൂടി അവിടെ നിൽക്കുവാൻ കഴിഞ്ഞാലും അത്ര സുഖകരമായ ഓർമ്മകളായിരിക്കില്ല ജാസ്മിനെ അവിടെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ മനോഹരമായൊരു ഗെയിം അവിടെ ചെയ്തെടുക്കുവാൻ തനിക്കിനി കഴിയുമെന്ന് വിശ്വസിക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ പരസ്യമായി വെളിപ്പെട്ടു വരുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് പുറം ലോകത്ത് പല വ്യക്തികളാണ്. എന്തായാലും അകത്തുള്ളവരും പുറത്തുള്ളവരും വീട്ടുകാരും വിവാഹം കഴിക്കുവാനിരുന്ന ചെറുപ്പക്കാരനും ഉൾപ്പെടെ എല്ലാവരും തള്ളി പറയുമ്പോൾ ജാസ്മിൻ എന്ന 23-കാരിയുടെ ജീവിതം തുലാസിൽ തൂങ്ങുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രവചിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മുൻപൊക്കെ ചെയ്തിട്ടുള്ള പല വീഡിയോകളിലും ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ പലരുടെയും ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിവിടുന്നതാണ്. ചില വ്യക്തികളൊക്കെ വളരെയധികം അനുഗ്രഹിക്കപ്പെടും, ചിലരൊക്കെ വളരെയധികം ഈ ഷോ മുഖാന്തരം ഉയർത്തപ്പെടും, അവരുടെ കരിയർ രക്ഷപ്പെടും. എന്നാൽ തകരുവാൻ തുടങ്ങിയാൽ ചിലരുടെ കരിയർ എങ്ങും എത്താത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി ഉടഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. അതെ, ഒരു കണ്ണാടി കഷ്ണം പോലെ ഇപ്പോൾ ജാസ്മിൻ്റെ ലൈഫ് തകർന്നുടഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അറിയുവാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്, എങ്ങനെയായിരിക്കും ജാസ്മിൻ ഈ കാര്യങ്ങളെയൊക്കെ നേരിടുക എന്നുള്ളത് മാത്രം. അതും നമുക്ക് കാത്തിരുന്ന് കാണാം.